ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. അവർക്ക് 70 റൺസിന് മുകളിൽ ലീഡുണ്ട്. അത് ഇന്ത്യക്ക് ഇനി സെക്കൻഡ് ഇന്നിങ്സിലെടുത്താൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഈ ടെസ്റ്റ് ജയിക്കാം. കളി ഇന്ത്യ ജയിച്ചു എന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് മികച്ച ബോളിംഗ് പുറത്തെടുത്തത് ജസ്പ്രീത് ബുംറയായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ നടുപൊടിച്ചത് ബുംറ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫസ്റ്റ് ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്ക 55 റൺസിന് ഓൾ ഔട്ടായി. പിന്നീട് സെക്കൻഡ് ഇന്നിങ്സിലും സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ തോതിൽ റൺസ് എടുക്കാൻ സാധിച്ചില്ല. എയ്ഡൻ മാർക്രമാണ് ഒന്ന് കളിച്ചത്. താരം ഇന്ന് സെഞ്ചുറി അടിച്ചു. മാർക്രമില്ലായിരുന്നുവെങ്കിൽ ഇന്നും സൗത്ത് ആഫ്രിക്ക 100 റൺസിൽ താഴെ ഓൾ ഔട്ട് ആകുമായിരുന്നു. ഇന്ത്യ ഇന്നലെ ഫസ്റ്റ് ഇന്നിങ്സിൽ 151 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ഇന്നിങ്സിൽ ഇറങ്ങിയത്. ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ കോഹ്ലി, രോഹിത് ഗില്ലേ ഇവർ മാത്രമാണ് കളിച്ചത്. പക്ഷേ ഈ ഒരു 151 റൺസ് ഇന്ത്യക്ക് വലിയൊരു റൺസായിരുന്നു. കാരണം സൗത്ത് ആഫ്രിക്കൻ ടീം 55 റൺസിനാണ് ഓൾ ഔട്ട് ആയത്. അതുകൊണ്ട് ഇന്ത്യക്ക് ലീഡുണ്ടായിരുന്നു. ഇപ്പോഴിതാ സെക്കൻഡ് ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. 70 റൺസിന് മുകളിൽ ലീഡ് സൗത്ത് ആഫ്രിക്ക തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ ഈ റൺസ് എടുത്താൽ ഈസി ആയിട്ട് കളി ജയിക്കാം. പക്ഷേ ഈ ഒരു പിച്ചിൽ 100 റൺസൊക്കെ വലിയ ടഫാണ്. കുറച്ച് റൺസായാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും കളി ജയിക്കാൻ അത് ഇന്ത്യ തന്നെയാണ് സാധ്യത കൂടുതൽ. രോഹിത് ശർമ്മ ഓപ്പണിങ്ങിൽ അടിച്ചു കളിച്ചാൽ ഇന്ത്യ ഈസി ആയിട്ട് ഈ ടെസ്റ്റ് ജയിക്കും. ഇന്ത്യക്ക് സമ്മർദ്ദമുണ്ടാകില്ല. ഇനി എല്ലാവരും ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സിനാണ് കാത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടെസ്റ്റ് 2 ദിവസം കൊണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ ഈ ടെസ്റ്റ് കഴിയുമെന്ന് ആരും തന്നെ കരുതിയില്ല. എന്തായാലും ബുംറ മികച്ച ബോളിംഗ് ആണ് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇത്രയും പെട്ടെന്ന് ഓൾ ഔട്ട് ആയത്. ഇനി നമുക്ക് ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സിനെ കാത്തിരിക്കാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.